കോട്ടയം വെള്ളാവൂർ പഞ്ചായത്തിൽ കേരള കോൺഗ്രസ് പിന്തുണയോടെ പ്രസിഡന്റ് പദവി ഇടതുപക്ഷത്തിന്. തീക്കോയി മേലുകാവ് പഞ്ചായത്തുകളിൽ കോൺഗ്രസ് കേരള കോൺഗ്രസ് തർക്കത്തെ തുടർന്ന് തെരഞ്ഞെടുപ്പ് നടന്നില്ല. വെള്ളാവൂർ പഞ്ചായത്തിൽ LDF-നും UDF-നും 5 അംഗങ്ങൾ വീതമാണ് ഉണ്ടായിരുന്നത്. ഇതിൽ കേരള കോൺഗ്രസിലെ ഡയോണി ബൈജുവിനെ ആദ്യ ടൈമിൽ പ്രസിഡന്റാക്കാനായിരുന്നു UDF-ൽ ധാരണ. എന്നാൽ ഇന്ന് കോൺഗ്രസ് തീരുമാനം മാറ്റിയതോടെയാണ് ഡയോണി ബൈജു ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്തത്. CPM-ലെ ഷൈനി കുര്യനാണ് ഇവിടെ പ്രസിഡന്റ്. കോൺഗ്രസ് കേരള കോൺഗ്രസ് തർക്കത്തെ തുടർന്ന് തീക്കോയി മേലുകാവ് പഞ്ചായത്തുകളിൽ തെരഞ്ഞെടുപ്പ് നാളത്തേക്ക് മാറ്റി. മീനച്ചിൽ പഞ്ചായത്തിൽ 5 കേരള കോൺഗ്രസ് അംഗങ്ങൾ പാർട്ടി വിപ്പ് ലംഘിച്ച് ഇടതുപക്ഷത്തിന്റെ പിന്തുണ തേടി. ഇടത് അംഗങ്ങളുടെ പിന്തുണയോടെ ഷൈനി ബിജോയിയാണ് ഇവിടെ പ്രസിഡന്റായത്. കങ്ങര പഞ്ചായത്തിൽ കോൺഗ്രസ് അംഗം ജോസ് കൊണ്ടോടിയുടെ പിന്തുണയോടെ ഇടതുപക്ഷം ഭരണം നേടി. ജോസ് കൊണ്ടോടിയെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതായി DCC പ്രസിഡന്റ് ടോമി കല്ലാനി പറഞ്ഞു. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയിൽ നിന്ന് DCC പ്രസിഡന്റ് എന്ന നിലയിൽ വിപ്പ് കൊടുത്തത് ലംഘിച്ച എല്ലാ ആളുകളുടെ പേരിലും അച്ചടക്ക നടപടി സ്വീകരിക്കും. ജില്ലയിൽ 39 UDF-ഉം 26 പഞ്ചായത്തുകളിൽ LDF-ഉം ഭരണം നേടി. വാഴൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഭരണം നറുക്കെടുപ്പിലൂടെ ഇടതുപക്ഷത്തിന് സ്വന്തമായി. മുഖ്യമന്ത്രിയുടെ മണ്ഡലമായ പുതുപ്പള്ളി നിയോജക മണ്ഡലത്തിലെ വാകത്താനം പഞ്ചായത്തിൽ UDF വിമതയുടെ പിന്തുണയോടെ LDF ഭരണം പിടിച്ചു. വിമതയെ തന്നെ പ്രസിഡന്റുമാക്കി. കോറം തികയാത്തതിനാൽ ഏറ്റുമാനൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നാളത്തേക്ക് മാറ്റി. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായി കോൺഗ്രസിലെ ജോഷി ഫിലിപ്പിനെ തെരഞ്ഞെടുത്തു. റിപ്പോർട്ടർ, കോട്ടയം.